ഇന്ത്യയുടെ തൊട്ടയൽപ്പക്കത്ത് ഇപ്പോൾ വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിട്ടുള്ള റഷ്യ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ഇപ്പോൾ ഒരു വലിയ സൈനിക കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. റഷ്യ ഇത്രയും വലിയൊരു നീക്കം നടത്തുമ്പോൾ ഇന്ത്യ കൂളായി തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. ഈ ഒരു ഒറ്റ നീക്കം വഴി പാകിസ്ഥാനും ചൈനയ്ക്കും എങ്ങനെയാണ് വലിയ തിരിച്ചടി കിട്ടിയതെന്നും ഇന്ത്യ ഇതിൽ നിന്നും എങ്ങനെയാണ് വമ്പൻ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ വെച്ച് റഷ്യയും താലിബാനും തമ്മിൽ ഈ സൈനിക സഹകരണ കരാർ ഒപ്പിട്ടത്. റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗുവും അഫ്ഗാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബും തമ്മിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. 2025-ൽ ലോകത്തിൽ ആദ്യമായി താലിബാനെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യമാണ് റഷ്യ. ഇപ്പോഴിതാ അവർ സൈനിക തലത്തിലും ഒന്നിക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ മരവിപ്പിച്ച പണം പാശ്ചാത്യ രാജ്യങ്ങൾ തിരികെ നൽകണമെന്ന് പോലും റഷ്യ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കരാർ വാർത്ത കേട്ട് യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഈ താലിബാൻ പോരാളികൾ റഷ്യയെ സഹായിക്കാൻ ഇനി യുക്രൈൻ യുദ്ധത്തിൽ ഇറങ്ങുമോ എന്ന ഭയം അവർക്കുണ്ട്. എന്നാൽ ഈ ലോകരാഷ്ട്രീയ കളിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ത്യയായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? വർഷങ്ങളായി അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ കളിക്കാനാണ് പാകിസ്ഥാനും ചൈനയും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ റഷ്യ അവിടെ എത്തുന്നതോടെ ഈ പാകിസ്ഥാൻ ചൈന കൂട്ടുകെട്ടിന്റെ സ്വാധീനം അവിടെ വെട്ടിച്ചുരുക്കപ്പെടും. ഇത് ഇന്ത്യക്ക് വലിയൊരു അവസരമാണ് നൽകുന്നത്. മുൻപ് ഇത്തരം കാര്യങ്ങൾ കേട്ട് ഭയപ്പെട്ടിരുന്ന പഴയ ഇന്ത്യ അല്ല ഇന്നുള്ളത്. അതിശക്തമായിട്ടുള്ള നേതൃത്വമുള്ള ഇന്നത്തെ ന്യൂ ഇന്ത്യ വളരെ ബുദ്ധിപരമായിട്ടാണ് കരുക്കൾ നീക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാബൂളിലെ നമ്മുടെ ടെക്നിക്കൽ മിഷനെ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു പൂർണ്ണ എംബസിയായി ഉയർത്തിക്കഴിഞ്ഞു. റഷ്യയുമായിട്ടുള്ള നമ്മുടെ വലിയ സൗഹൃദവും ഒപ്പം അഫ്ഗാനിസ്ഥാനുമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ബന്ധവും ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. നമ്മൾ താലിബാനെ കണ്ണടച്ച് വിശ്വസിക്കുകയോ പൂർണ്ണമായി അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും കാശ്മീരിലേക്ക് തീവ്രവാദികളെ കടക്കാതിരിക്കാനും നമ്മൾ അവരുമായി വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പ്രായോഗിക ബന്ധമുണ്ടാക്കുകയാണ്. ഇന്ത്യ ഫസ്റ്റ് അഥവാ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം, അതാണ് നമ്മുടെ ഇന്നത്തെ വിദേശകാര്യ നയം. ആരുടെയും പിന്നാലെ കണ്ണുമടച്ചു പോകുന്ന ശീലം ഇന്നത്തെ ഇന്ത്യക്ക് ഇല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ റഷ്യ ഒരു വലിയ നീക്കം നടത്തി. അത് പാകിസ്ഥാനെയും ചൈനയ്ക്കും ശരിക്കും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ വളരെ ക്ഷമയോടെ കാത്തിരുന്ന് ഇതിൽ നിന്നും സ്വന്തം രാജ്യത്തിന് വേണ്ട നേട്ടമുണ്ടാക്കുകയാണ്. ഗ്ലോബൽ ചെസ് ബോർഡിലെ ഇന്ത്യയുടെ വലിയൊരു വിജയം കൂടിയാണിത്. ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ എത്രത്തോളം ശക്തമാണെന്നും ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ഇത് തെളിയിക്കുന്നു. റഷ്യയുടെ നീക്കവും ഇന്ത്യയുടെ ഈ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലും അത് തന്നെയാണ് തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.